തെരഞ്ഞെടുപ്പിൽ വളരെ നിലവാരം കുറഞ്ഞ ഭാഷ, വെറുപ്പിൻ്റെയും അറപ്പിൻ്റെയും ഭാഷ ഉപയോഗിക്കുന്നതിലൊരു മിടുക്കനാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. വലിയ ഉദാഹരണം അതാണ്. അദ്ദേഹം മുസ്ലിം സമൂഹത്തിനെതിരായിട്ട്, അതുപോലെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്കെതിരായിട്ടൊക്കെ രാഷ്ട്രീയമല്ല പറയുന്നത്. അതിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മൊത്തത്തിലുള്ള അപജയത്തിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ പ്രതീകമാണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതീകമാണ്. ആ കസേരയിലിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹം ഒരു വിശ്വപൗരൻ്റെ നിലയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക. അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മുടെ ജനാധിപത്യം ഏതളവിൽ കെട്ടളിഞ്ഞു പോയി എന്ന് പുറത്തുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ പല രൂപാന്തരങ്ങളൊക്കെ പലപ്പോഴും കേരളത്തിൽ വരുന്നു. അതുപോലെ ഇതിൽ ഈ വടകരയിലുള്ള കാര്യത്തിൽ എനിക്ക് എന്നെപ്പോലെ ജനാധിപത്യ വിശ്വാസികളായ അനേക ലക്ഷം ആളുകൾക്കൊരു ബേജാറുള്ളത്, കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് സാമുദായിക സംഘർഷങ്ങൾ, കൊലപാതകങ്ങൾ, ലഹളകൾ നടന്നിട്ടുള്ള ഒരു നാദാപുരമായുള്ള പല സ്ഥലങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് വടകര ലോക്സഭാ മണ്ഡലം. അവിടെ ആളുകൾ മറക്കുകയോ പൊറുക്കുകയോ ചെയ്ത കാര്യങ്ങളൊക്കെ മാന്തി പുണ്ണാക്കാനാണ് ഈ രണ്ട് കൂട്ടരുടെയും പ്രവർത്തനങ്ങളും ഗ്വാഗ്വാവിളികളും വെല്ലുവിളികളൊക്കെ നിർഭാഗ്യവശാൽ ഉപകാരപ്പെടുക എന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. എന്നെപ്പോലെ ആശങ്കയുള്ള അനേകം ആളുകളുണ്ടാവും. അപ്പോൾ എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവിടെ ഈ തരത്തിൽ കാര്യങ്ങൾ നടത്തുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ലാഭം നഷ്ടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവിടെ ആളുകളുടെ ഇടയിൽ ചേരിതിരിവ്, ധ്രുവീകരണം, പോളറൈസേഷൻ രൂപം കൊള്ളും. അതിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണോ ഇവർ ലക്ഷ്യം വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതിലേറെ കഷ്ടമാണ്. അതിലിപ്പോൾ രണ്ട് ഭാഗത്തും പല തരത്തിലുള്ള നിലവാരം കുറഞ്ഞ പ്രയോഗങ്ങൾ ഞാൻ കണ്ടിട്ട് അതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ തരത്തിലിപ്പോൾ ഇവിടെ ഞാൻ ആവർത്തിക്കാൻ ഇഷ്ടപ്പെടാത്ത പല വാക്കുകളും അതൊക്കെ ഉപയോഗിച്ചിട്ട് സൈബർ രംഗത്ത് ഈ തരത്തിലുള്ള ദുഷ്പ്രചാരണം നടത്തിയത് ആരാണ് എന്ന് കണ്ടെത്താൻ എന്തുകൊണ്ടാണ് സൈബർ പോലീസ് വൈകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ പ്രശ്നം തണുപ്പിക്കാനുള്ള ആദ്യത്തെ പണി അത് ആരാണെന്ന് കണ്ടെത്തുകയാണ്. അത് പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, ഭരണകക്ഷി, ഭരണമുന്നണി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവിടെ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട ആളെ കണ്ടെത്തുന്ന ആളുകൾക്ക് അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗ് 10 ലക്ഷം ഉറുപ്പ്യ ഇനാം വിളിച്ചിട്ടുണ്ട് ഞാൻ പത്രത്തിൽ വായിച്ചു. അപ്പോൾ ആ അളവിൽ അവരല്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് സത്യം അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സത്യം നമ്മളോട് പറയേണ്ട ഉത്തരവാദിത്തം, മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. ആ പോലീസിൻ്റെ നിഷ്ക്രിയത്വം, നിർവികാരത, നിശബ്ദത തീർത്തും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. അത് അന്തരീക്ഷം വഷളാക്കുന്നതാണ്. ശരി.